ബഹുമാനായിട്ടുള്ള കാസർഗോഡ് DCC പ്രസിഡന്റ് ഇന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പരിപൂർണമായിട്ടുള്ള സഹകരണവും പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പ്രശ്നവും തൃക്കരിപ്പൂരിലില്ല. ബഹുമാനായിട്ടുള്ള സാദിഖ് അലി തങ്ങൾ സൂചിപ്പിച്ചതുപോലെ UDFന്റെ ഒരു പൊതു സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. അദ്ദേഹം അത് തൃക്കരിപ്പൂരിൽ നിന്ന് കേട്ടപ്പോൾ സന്തോഷത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. തീർച്ചയായിട്ടും മുസ്ലിം ലീഗിനും വലിയ സ്വാധീനമുള്ള ഒരു നിയോജക മണ്ഡലമാണ്. 100% വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. അവിടെ ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ 11,000-ലധികം വോട്ടിന്റെ ലീഡ് ബഹുമാനായിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ MP കൊടുക്കുന്ന നിയോജക മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അത് CPMന്റെ ഒരു കോട്ടയാണെന്നും പറയുന്നതിൽ ഒരർത്ഥവുമില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തൊട്ടപ്പുറത്ത് കിടക്കുന്ന പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് അടക്കമുള്ള പ്രശ്നങ്ങൾ, തളിപ്പറമ്പിലെ ഫാമിലി സീറ്റ് അടക്കമുള്ള വിവാദങ്ങൾ, ഇതൊക്കെ സ്വാധീനിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് തളിപ്പറമ്പ് എന്ന് പറയുന്നത്, തൃക്കരിപ്പൂർ എന്ന് പറയുന്നത്. തൃക്കരിപ്പൂര് കാസർഗോഡ് ജില്ലയിലെ ഒരു മണ്ഡലം എന്നുള്ള എനിക്ക് വളരെ പിന്നോക്കമായിട്ട് നിൽക്കുന്ന, വികസന കാര്യത്തിലൊക്കെ ഒരുപാട് പിന്നോക്കമായി നിൽക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ്. കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾക്ക് പൊതുവിൽ അവരഭിമുഖീകരിക്കുന്ന ആരോഗ്യ ചികിത്സാ രംഗത്തെ പ്രശ്നങ്ങളൊക്കെ, മംഗലാപുരം വരെ പോകേണ്ടി വരുന്ന സാഹചര്യമൊക്കെ അവിടെയും വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. പ്രത്യേകിച്ച് UDF അധികാരത്തിൽ വരുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂരിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും.